നമ്മുടെ നാട്ടിൽ രണ്ട് തരത്തിലുള്ള ഫലങ്ങളാണ് വരാറുള്ളത്. ഒന്ന് ഈ പ്രീ പോൾ സർവേകളാണ്, രണ്ട് എക്സിറ്റ് പോളുകളാണ്. അപ്പൊ ഈ പ്രീ പോൾ സർവേകൾ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അത് പെയ്ഡ് സർവേ ആകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ അവർക്ക് പണമിറക്കി ഏതെങ്കിലും ഒരു ഏജൻസി എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് ഒരു പൊതുവെ ഒരു പ്രതീതി ഇന്ന പാർട്ടി അല്ലെങ്കിൽ ഇന്ന മുന്നണിയാണ് ജയിക്കാൻ പോകുന്നത് എന്ന രീതിയിലത്തേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഈ പ്രീ പോൾ സർവേകളൊക്കെ തന്നെ സഹായിക്കും. നേരെ മറിച്ച് എക്സിറ്റ് പോൾ സർവേകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വോട്ടെല്ലാം പെട്ടിയിലായി കിടക്കുകയാണ്. അപ്പൊ പിന്നെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയത് കൊണ്ട് 2-3 ദിവസം കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകൾ ആക്യുറേറ്റ് ആവുക എന്ന് പറയുന്നത് എക്സിറ്റ് പോൾ നടത്തുന്ന ഏജൻസികൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം ഇതൊരു ക്രെഡിബിൾ ഏജൻസിയാണ് എന്ന രീതിയിലത്തേക്കുള്ള പേരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലുള്ള ചില ഏജൻസികൾ വളരെ വലിയ രീതിയിലുള്ള പ്രശസ്തി നേടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഏജൻസി അല്ല, നേരെ മറിച്ച് ഏതാണ്ട് എല്ലാ ഏജൻസികളും ഒരേ തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ്. ഈ സീറ്റുകളിലുള്ള ചെറിയ വ്യത്യാസം, ഏറ്റക്കുറച്ചിലുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരേ സൂചനകളാണ് തരുന്നത്. അതായത് BJPക്ക് വലിയ മുന്നേറ്റം, NDAക്ക് വലിയ മുന്നേറ്റം, വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പോകുന്ന ഘട്ടത്തിൽ NDAക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത. കാരണം നമുക്കറിയാമല്ലോ, ഈ കർഷക സമരവും മറ്റും നടന്നതിന് ശേഷം കുറേയധികം ആൾക്കാരൊക്കെ തന്നെ NDA ഉപേക്ഷിച്ച് പോയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 340+ സീറ്റുമായിട്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ അതിനേക്കാൾ കൂടുതൽ മുന്നിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോഴുള്ള ഈ ഒരു പാറ്റേണിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇത് ഒരുപക്ഷെ കണ്ണു തുറപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള കുറേയധികം മാധ്യമ പ്രവർത്തകരെ കൂടിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണ രംഗത്ത് അതിന്റെ ഒരു കവറേജ് ആരംഭിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ പ്രവർത്തകരും പല മാധ്യമ സ്ഥാപനങ്ങളും ഏത് രീതിയിലത്തേക്കാണ് വാർത്തകൾ പ്രക്ഷേപണം ചെയ്തത്, ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് എന്ന രീതിയിലത്തേക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ അതെല്ലാം തന്നെ ഇന്ത്യ സഖ്യം ഇതാ ജയിക്കാൻ പോകുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ചേരുന്ന രീതിയിലത്തേക്കാണ് ഇനി ജൂൺ 4-ാം തീയതി ഫലം വരാൻ പോകുന്നത് എങ്കിൽ അവരൊരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടതാണ് എന്നതുകൂടിയാണ് പറയാനുള്ളത്. കാരണം പോൾ ഓഫ് പോൾസ് എന്നാണല്ലോ നമ്മൾ പറയുക. ഇതിന്റെ എല്ലാം കൂടെ മൊത്തത്തിലുള്ള കണക്ക് കാണിക്കുന്ന സമയത്ത് നിലവിൽ NDAക്ക് വളരെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷമുണ്ട്. ഇനി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് ഓരോ സംസ്ഥാനത്തും ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തതാണ്. പക്ഷെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആയിരുന്നില്ല പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സർക്കാരിനെ ഓവർത്രോ ചെയ്യണമെങ്കിൽ, അതിനെ മാറ്റണമെങ്കിൽ അവർക്കെതിരെ ഒരു വലിയ ജനവികാരം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ആ ജനവികാരം ഉണ്ടാകുമ്പോൾ അത് ഒരുപക്ഷെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും, തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും എല്ലായിടത്തും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ ഒരു വികാരത്തിന്റെ ഒരു വേവ് നമ്മൾ ആരും തന്നെ കണ്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിനെ എടുത്തതിന് ശേഷം അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന രീതിയിലത്തേക്ക് ചർച്ച ചെയ്യാം. പക്ഷേ രാജ്യം മൊത്തം വ്യാപിച്ച രീതിയിലുള്ള ഒരു വലിയ അഴിമതി എന്ന രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ കലാപം എന്ന രീതിയിലോ ഒരു പാൻ ഇന്ത്യ ഇഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധ്യമായിട്ടുള്ള BJPയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമുക്ക് മണിപ്പൂരിലെ വിഷയം അറിയാം, മറ്റു ചില ആരോപണങ്ങളെ പറ്റി അറിയാം. പക്ഷെ അതെല്ലാം തന്നെ ഒരുപക്ഷെ രാജ്യത്ത് എല്ലായിടത്തും ഒരേപോലെ തന്നെ ആപ്ലിക്കബിൾ ആവുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്തില്ല എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണ്, ഒരു സർക്കാരിന് എത്രത്തോളം ഇടപെടലുകൾ ഈ ഓരോ വിഷയത്തിലും നടത്താം എന്നതിനെ പറ്റി ഒരു പക്ഷേ ജനങ്ങൾ കൂടുതൽ അവെയർ ആയിരുന്നു എന്നാണ് ഈ ഫലം സൂചിപ്പിക്കുന്നത്. അതല്ല എങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു ഫലം അവിടെ ഉണ്ടാകേണ്ടതില്ല. ഇനി മറ്റൊന്ന്, ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിനെ ആൾക്കാർ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, സപ്പോസ് ഈ പറയുന്ന കണക്കിലേക്കൊന്നും തന്നെ BJP അല്ലെങ്കിൽ NDA മുന്നണി വരുന്നില്ല എന്ന് കരുതിക്കോളൂ. ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള 272 സീറ്റ് എന്നതിലേക്ക് മാത്രം, അതായത് 300 സീറ്റിൽ താഴെ മാത്രമാണ് NDA സഖ്യം മൊത്തത്തിൽ വരുന്നത് എന്ന് തന്നെ കരുതിക്കോളൂ. എങ്കിൽ പോലും ഞാൻ കരുതുന്നത് 2014-ലോ 2019-ലോ അവർ നേടിയിരുന്ന വിജയത്തിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട വിജയമായിരിക്കും അത് എന്ന് തന്നെയാണ്. അതിനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, 10 വർഷം ഇത്രയും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ നേരിട്ടതിന് ശേഷവും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ നേരിട്ടതിന് ശേഷവും 10 വർഷം ഭരിച്ചതിന് ശേഷം വീണ്ടും ഒരു 5 വർഷത്തേക്കുള്ള ഒരു മാൻഡേറ്റ് കേവല ഭൂരിപക്ഷത്തോടു കൂടി ഒരു മുന്നണിക്ക് കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം 10 വർഷം കൊണ്ട് പോലും ഒരു വലിയ ആന്റി ഇൻകംബൻസി ഇഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആൾക്കാർ അവരുടെ ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോസിഷൻ വാങ്ങിയില്ല എന്ന് വേണം നമ്മളത് മനസ്സിലാക്കാൻ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2014-ലോ 2019-ലോ ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കയിലൊക്കെ ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്ന രീതിയിലുള്ള
ഒരു ടു പാർട്ടി സിസ്റ്റം എന്ന രീതിയിലത്തേക്ക് ഇഫക്റ്റീവ്ലി നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മാറിയിരുന്നു. NDA എന്ന് പറയുന്ന പാർട്ടി ഒരു ഭാഗത്തും INDIA മുന്നണി എന്ന് പറയുന്ന ഒരു പാർട്ടി മറ്റൊരു ഭാഗത്തും എന്ന നിലയ്ക്ക് കാര്യങ്ങളൊക്കെ മാറിയിരുന്നു. അപ്പോൾ 2014-ലോ 2019-ലോ കോൺഗ്രസിനെതിരെ, RJDക്കെതിരെ, തൃണമൂൽ കോൺഗ്രസിനെതിരെ, DMKക്കെതിരെ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികൾക്കെതിരെ എല്ലാം മത്സരിച്ചിരുന്ന BJP ഇന്ന് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരൊറ്റ സഖ്യത്തിന് നേരെ മത്സരിക്കുന്നു. അതായത് നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളു മുരുക്കി മൂർക്കം പാമ്പ് കല്ല് കരട് കാഞ്ഞിരക്കുറ്റി എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ശക്തി ഒരു ഭാഗത്ത് നിൽക്കുകയും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ മാത്രം നിൽക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികളും എതിർത്തതിന് ശേഷവും ജയിക്കാനായിട്ട് 272 സീറ്റിലേക്ക് വരാൻ കഴിഞ്ഞുവെങ്കിൽ അത് ഏറ്റവും വലിയ വിജയമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇനി ഇത് എത്രത്തോളം ഇത് 377 വരെ സീറ്റുകൾ കിട്ടുന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഉമേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല 50%-ലധികം വോട്ട് NDA ക്യാമ്പിനുണ്ട് എന്നൊരു സർവേ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അല്ല, ഇത് നോക്കൂ, ഇത് കഴിഞ്ഞ തവണ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 37% മറ്റോ വോട്ട് BJPക്ക് കിട്ടിയിരുന്നപ്പോൾ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രമുണ്ടായിരുന്നു. ഇന്ത്യയിലെ 63% ആൾക്കാരും ഇവർക്കെതിരാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ശതമാനം എത്രയാണ്, കോൺഗ്രസിന് എത്ര ശതമാനം ആൾക്കാർ എതിരാണ്, മറ്റു ഓരോ പ്രതിപക്ഷ പാർട്ടികൾക്കും കിട്ടിയിരിക്കുന്ന ശതമാനം വോട്ടുകൾ എത്രയാണ്, എത്ര പേർ അവർക്കെതിരാണ് എന്നുള്ള കണക്കിനെ പറ്റി അവരും മിണ്ടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കുറച്ച് ആൾക്കാർ മാത്രം എതിർക്കുന്ന പാർട്ടി എന്നത് BJP അല്ലെങ്കിൽ അവരുടെ NDA മുന്നണി എന്നുള്ളതാണ്. അതാണ് ഏറെക്കുറെ എല്ലാ സർവേയും. ശ്രീ പണിക്കർ ഒന്ന് ഇടപെടുന്നുണ്ട്, വിഷമം തോന്നുന്നത്. ഏറെക്കുറെ എല്ലാ സർവേയും 48% മുകളിൽ വോട്ട് NDA ക്യാമ്പിനുണ്ട് എന്ന് പ്രവചിക്കുന്നുണ്ട്. ഏറെക്കുറെ എല്ലാ സർവേകളും. എന്നാൽ 45-ന് മുകളിലാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. റിപ്പബ്ലിക്കിൻ്റേത് 48ആണ്. നേരത്തെ പറഞ്ഞ ജൻ കി ബാത്ത് 50% പറയുന്നു. അങ്ങനെ ഒരു നല്ല ശതമാനം സർവേകളും 48%-നും 45-നും 50-നും ഇടയ്ക്ക് വോട്ട് ശതമാനം NDA ക്യാമ്പിലേക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ശ്രീ പണിക്കർ. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ കഥാപാത്രങ്ങളെല്ലാം ഒത്തുചേർന്നിട്ടും അതെ, ഒരു ഏൽപ്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഉത്തർപ്രദേശ് പോലെ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് മത്സരിക്കുന്നത് കേവലം 17 സീറ്റിലാണ്. ഒരു കാലത്ത് കോൺഗ്രസ് ആരായിരുന്നു ഉത്തർപ്രദേശിൽ? അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിൽ നിന്ന് കോൺഗ്രസ് അങ്ങനെ അപ്രസക്തമായിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ വന്ന കണക്കുകൾ 150-ൽ താഴെയാണ് പല സർവേകളും പറയുന്നത്. എന്നാൽ പോലും കണക്കുകൾ കൂടി പരിശോധിച്ചാൽ കേരളത്തിൽ 17 സീറ്റുണ്ട്. തമിഴ്നാട്ടിൽ സഖ്യകക്ഷിയായി മത്സരിക്കുമ്പോൾ കുറച്ച് സീറ്റുകൾ കിട്ടുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കുന്നു എന്നതല്ലാതെ കാര്യമായ ഒരു ചലനം ഒരു സംസ്ഥാനത്തും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മഹാരാഷ്ട്രയിൽ കുറച്ച് സീറ്റുകൾ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ അത് കോൺഗ്രസ് തനിച്ചുണ്ടാക്കുന്ന ഇതാണോ എന്ന് അറിയില്ല, ആ ഒരു അപ്രമാദിത്വം എന്ന് അത് നമ്മൾ മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു തിരിച്ചടി കാണുന്നത്. നോക്കൂ, അത് സ്വാഭാവികമാണ്. കാരണം ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടി ഏത് മുന്നണിയിലാണ്, അവരുടെ ലോയൽറ്റീസ് എവിടെയാണ് എന്ന കാര്യവുമായി ബന്ധപ്പെട്ടും ചില പാർട്ടികൾ ആരുടെ കയ്യിലാണ് നിൽക്കേണ്ടത്, ആരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക, അത് അമർഷമായിട്ട് മാറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ചിട്ടയായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനത്തിൽ കൂടി മാത്രം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ വികാസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു റെക്യുപ്പറേഷൻ ടൈം ഒരു പക്ഷേ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചടി കിട്ടാനുള്ള സാധ്യത അവിടെയുണ്ട്. അത് അങ്ങനെ തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല എന്നുള്ളത് ഒരു വശം. കാരണം അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രബല കക്ഷി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ശിവസേനയാണ്. ആ ശിവസേന തന്നെ 2 വിഭാഗങ്ങളായിട്ട് നിൽക്കുന്നു. ഇവരുടെ എല്ലാം കോർ ഐഡിയോളജി എന്ന് പറയുന്നത് റൈറ്റ് വിങ് ആണ്. ഒരുപക്ഷെ BJPയേക്കാൾ കുറച്ചുകൂടി ഫാർ റൈറ്റ് ആയിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ അത് ആൾക്കാർ ഏത് രീതിയിലത്തേക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കാം. ഇനി ഈ ഒരു ഫലം അല്ലെങ്കിൽ ഇതിന് ചേരുന്ന രീതിയിലത്തേക്കുള്ള ഒരു റിസൾട്ടാണ് വരുന്നത് എങ്കിൽ 2 ഓപ്ഷൻസ് മാത്രമാണ് പിന്നീട് പ്രതിപക്ഷ കക്ഷികൾക്കുള്ളത്. ഒന്ന്, പതിവ് പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുക എന്നുള്ളതാണ്. ഇന്ന് ഇതിനോടകം തന്നെ ചില മാധ്യമങ്ങളിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ EVM-നെ കുറ്റം പറഞ്ഞ ആൾക്കാർ തുടങ്ങിയിരുന്നു. ഇനി രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പൂർണ്ണമായിട്ടുമുള്ള ഒരു പ്രൊപ്പഗൻഡയുടെ പേരിൽ മാത്രമായിട്ട് BJP ഇങ്ങനെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വലിയ പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ട് മാധ്യമങ്ങളെയൊക്കെ സ്വാധീനിച്ചു എന്ന രീതിയിലത്തേക്കുള്ള പതിവ് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ പറയാം എന്നതിനപ്പുറത്തേക്ക് നിലവിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ആശ്വസിക്കാനായിട്ടുള്ള എന്തെങ്കിലും വകയുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇതിന്റെ ഒരു റിഫ്ലക്ഷന്റെ ഭാഗമായിട്ടായിരിക്കാം എല്ലാ പാർട്ടികളും സത്യസന്ധമായിട്ട് സ്വയം ഒരു ഇന്റേണൽ അസസ്മെന്റ് നടത്തുമല്ലോ. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം കോൺഗ്രസ്സുകാർ അവരുടെ പ്രതിനിധികളെ എക്സിറ്റ് പോൾ ചർച്ചകൾക്ക് വിടേണ്ട എന്ന് തീരുമാനിച്ചത്. ഒരുപക്ഷെ അമിത ആത്മവിശ്വാസം
ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇത്തിരി കടന്ന് അമിത ആത്മവിശ്വാസം തന്നെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ അവസാന ഘട്ടത്തിൽ ലാസ്റ്റ് ഫേസ് പോളിംഗ് നടക്കുകയും ഒരുപക്ഷെ മറ്റ് ചർച്ചകൾക്കും ഒക്കെ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട സമയത്ത് ഒരു 48 മണിക്കൂർ സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ചെലവഴിക്കാം എന്നൊക്കെ തീരുമാനിച്ചത് ഒരുപക്ഷെ ആത്മവിശ്വാസത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം. അതല്ല എങ്കിൽ ഈ ഒരു സമയത്ത് അങ്ങനെ ആൾക്കാരെങ്കിലും ചെയ്യുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്.